ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കൂടുന്നുണ്ടോ? നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ്സുകളൊക്കെ കൂടണം കേട്ടോ. നല്ല മിടുക്കരായിട്ട് പഠിക്കണം. അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല കുഞ്ഞു മക്കളായിട്ട് നിങ്ങൾ വളർന്നു വരണം. ഇന്ന് സിസ്റ്റർ പുതിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. അതിനു മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. പിന്നെ എന്തൊക്കെ ചെയ്യണം? കൈകൂപ്പി പിടിക്കണം, കണ്ണടച്ച് പിടിക്കണം. ഈശോയെ മനസ്സിൽ ഓർക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോ നിമിഷവും സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ ഇന്നേ ദിവസം കൂടുതൽ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് അവസരം തന്നതിന് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്ക് പ്രിയപ്പെട്ട മക്കളായി വളർന്നു വരുവാന് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് ഇരിക്കാം. നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? നിങ്ങളെപ്പോലെയുള്ള കൊച്ചു കുട്ടികൾ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ഇതുപോലെ? ഉണ്ടല്ലേ? എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ഒന്ന് പറയാമോ? ഓരോരുത്തരായി പറഞ്ഞോ. എപ്പോഴാണ്? രാവിലെ എണീക്കുമ്പോൾ, പിന്നെ സ്കൂളിൽ പോകുന്നതിന് മുൻപ്, വൈകുന്നേരം കുരിശ് വരയ്ക്കുമ്പോൾ, പിന്നെ എപ്പോഴാണ്? രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് അല്ലേ? ഈ ചിത്രം നിങ്ങൾ നോക്കിക്കേ. ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രമാണ്. അവിടെ പപ്പയുണ്ട്, മമ്മിയുണ്ട്, കുഞ്ഞുമക്കളുണ്ട് അല്ലേ? ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടല്ലേ? അതെപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്? സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തല്ലേ? വൈകുന്നേരം കുരിശ് വരയ്ക്കുമ്പോൾ. എല്ലാവരും കുരിശ് വരയ്ക്കാൻ കൂടാറുണ്ടോ? ഉണ്ടല്ലേ? കുരിശ് വര കഴിഞ്ഞ് നിങ്ങൾ ഈശോയ്ക്ക് സ്തുതി കൊടുക്കാറുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ ആദ്യം ആർക്കാണ് സ്തുതി കൊടുക്കുന്നത്? ഈശോയ്ക്ക്. ഈശോയ്ക്ക് സ്തുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കൊക്കെ കൊടുക്കും? വല്യപ്പച്ചനുണ്ടെങ്കിൽ വല്യപ്പച്ചന് കൊടുക്കും. പിന്നെ വല്യമ്മച്ചിക്ക് കൊടുക്കും, പപ്പായ്ക്ക് കൊടുക്കും, മമ്മിക്ക് കൊടുക്കും, പിന്നെ ചേട്ടന്, ചേച്ചിക്ക് അല്ലേ? കുഞ്ഞനിയന്മാരും അനിയത്തിമാരും ഉണ്ടെങ്കിലോ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സ്തുതി പറയും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവർക്ക് സ്തുതി കൊടുക്കും. അപ്പോൾ നമ്മൾ വൈകുന്നേരം കുരിശ് വര കഴിഞ്ഞ് മാത്രമാണല്ലേ സ്തുതി കൊടുക്കുന്നത്? അല്ലാത്ത സമയത്ത് നിങ്ങൾ സ്തുതി കൊടുക്കാറുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ എപ്പോഴും ഈശോയ്ക്ക് സ്തുതി കൊടുക്കുകയും ഈശോയെ സ്നേഹിക്കുകയും ഈശോയോടൊപ്പം എപ്പോഴും നടക്കുകയും ചെയ്യുന്ന ഒരാളെ സിസ്റ്റർ കാണിച്ചു തരാം. ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. ഇതാരാണെന്ന് അറിയാമോ? അറിയത്തില്ല അല്ലേ? ഇതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ആരാണ്? വിശുദ്ധ കൊച്ചു ത്രേസ്യ. നിങ്ങളെപ്പോലെ തന്നെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈശോയോടൊപ്പമായിരുന്നുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈശോയോട് സംസാരിച്ച് അങ്ങനെ ഈശോയെ എപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരുന്ന ഒരു കുഞ്ഞായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഈ ഫോട്ടോ നോക്കിക്കേ. കൊച്ചു ത്രേസ്യയും അവളുടെ അപ്പച്ചനും കൂടി മുറ്റത്തേക്ക് ഇറങ്ങിയ ഒരു ഫോട്ടോയാണിത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കും. എന്നിട്ട് കുഞ്ഞു കൊച്ചു ത്രേസ്യ എന്ത് ചെയ്യുമെന്നറിയാമോ? ഓരോ ചെടികളെ കാണുമ്പോഴും കുഞ്ഞു കുഞ്ഞ് പൂക്കളെ കാണുമ്പോഴും ഒക്കെ ഇങ്ങനെ ഈശോയ്ക്ക് നന്ദി പറയും. എന്നിട്ട് ദൈവമേ സ്തുതി എന്ന് പറയും. അങ്ങനെ ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ച ഒരാളാണ് ആര്? കൊച്ചു ത്രേസ്യ. അങ്ങനെയാണ് കൊച്ചു ത്രേസ്യ വിശുദ്ധിയായി തീർന്നത്. അപ്പോൾ നിങ്ങൾക്കും കൊച്ചു ത്രേസ്യയെ പോലെ വിശുദ്ധരാകണ്ടേ? ആകണമല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈശോയെ സ്നേഹിക്കണം. നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയണം. ദൈവത്തെ സ്തുതിക്കണം. ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? അറിയാമോ? ഈ ചിത്രം ഒന്ന് നോക്കിയേ. ഇതാരാണ്? മാലാഖമാർ അല്ലേ? മാലാഖമാർ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും.
മാലാഖമാരുടെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ ഒരു മാലാഖയെ പഠിപ്പിച്ചായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? അതാരാണ്? ഏത് മാലാഖയാണ്? കാവൽ മാലാഖ. കാവൽ മാലാഖയോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടല്ലേ. എന്താണ് പ്രാർത്ഥിക്കുന്നത്? കാവൽ മാലാഖയെ എന്നെ കാത്തുകൊള്ളണമേ എന്ന്. എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? കാവൽ മാലാഖയെ എന്നെ കാത്തുകൊള്ളണമേ എന്ന്. അപ്പോൾ ഈ കാവൽ മാലാഖ മാത്രമേ ഉള്ളോ? മാലാഖമാരായിട്ട് കാവൽ മാലാഖ മാത്രമേ ഉള്ളോ? അല്ല കേട്ടോ, ഇതേ ഒത്തിരി മാലാഖമാരുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ? ഇവരൊക്കെ എവിടെയാണ് താമസിക്കുന്നത് അറിയാമോ? ഇവർ സ്വർഗത്തിൽ ദൈവത്തോടു കൂടിയാണ് ഇവരൊക്കെ താമസിക്കുന്നത്. അവരവിടെ എന്താ ചെയ്യുന്നത്? അവർ ഇങ്ങനെ നിരന്തരം പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ എന്ന് പാടിയാണ് അവർ ദൈവത്തെ സ്തുതിക്കുന്നത്. ഈ ഹല്ലേലൂയ എന്ന വാക്ക് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. എപ്പോഴാണ്? പള്ളിയിൽ പോയപ്പോഴല്ലേ? കുർബാനയുടെ സമയത്ത് ഹല്ലേലൂയ എന്നുള്ള പാട്ട് പാടി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ഈ പാട്ട് മാലാഖമാരുടെ പാട്ടാണ്. അറിയാമോ നിങ്ങൾക്ക്? ഈ പാട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പാടിയാലോ? നമുക്കൊന്ന് പാടി നോക്കാം കേട്ടോ. പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ പാട്ട് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചു ത്രേസ്യ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിച്ചതെന്നാണ് സിസ്റ്റർ പറഞ്ഞത്? ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കൊച്ചു ത്രേസ്യ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ മാലാഖമാർ പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? പ്രാർത്ഥനയിലൂടെയും പാട്ടിലൂടെയുമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. എങ്ങനെയാണ്? പാട്ടുപാടിയും പ്രാർത്ഥന ചൊല്ലിയുമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവം നൽകിയ ഓരോ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്താണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അപ്പോൾ ഇന്ന് സിസ്റ്റർ എന്തൊക്കെയാണ് പഠിപ്പിച്ചേ? ദൈവത്തെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്ന്. എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? പ്രാർത്ഥനയിലൂടെയും ഗീതങ്ങളിലൂടെയുമാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഗീതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഗീതം എന്ന് പറഞ്ഞാൽ പാട്ടാണ് കേട്ടോ. അങ്ങനെ പാട്ട് പാടിയും പ്രാർത്ഥന ചൊല്ലിയും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. എന്തിനു വേണ്ടി? ദൈവം നൽകിയ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. എപ്പോഴൊക്കെയാണ് സ്തുതിക്കേണ്ടത്? രാവിലെ എണീക്കുമ്പോൾ, പിന്നെ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ, പിന്നെ രാത്രി കിടക്കുമ്പോൾ ഒക്കെ ദൈവത്തെ സ്തുതിക്കണം. അപ്പോഴെല്ലാവരും ദൈവം നൽകിയ ഓരോ നന്മകളെയും ഓർത്ത് അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. നമുക്കെന്നാൽ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നൊന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് അങ്ങയെ കൂടുതൽ അറിയുവാനും അങ്ങയെ സ്നേഹിക്കുവാനും കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിന്റെ